തൊപ്പിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ലഹരി കച്ചവടം നടന്നു എന്ന് പറയുന്നത് തൊപ്പിയാണ്. അടിച്ചവൻ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അടിച്ചവൻ ഇവിടെ ഉണ്ട് എന്നും പോയിട്ടില്ല. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച് താ ഇങ്ങോട്ട് ചോദിക്കാ. അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് മനസ്സിലാക്കി എനിക്ക് ഇത് കാണിക്കാണ്ട് വേറെ വയ്യില്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. പ്രഥമ ദൃഷ്ടിയാൽ NDPS ആക്ടും മയക്കുമരുന്ന് ആക്ടും അതോടൊപ്പം തന്നെ പോക്സോ ആക്ടും നിൽക്കുന്ന തെറ്റുകൾ, ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അയ്യോ സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെ. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. പോക്സോ ആക്ടിൽ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഇനി ആര് കൊടുത്തില്ലെങ്കിലും ഞാൻ പരാതി കൊടുക്കും. ഇത് പോലീസ് കേസാ, ഞാൻ കേസ് കൊടുക്കാൻ പോവാ. ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അവരടിച്ചേ. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. പോലീസ് സേനയുടെ നേതൃത്വത്തിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറക്കാൻ ആവശ്യമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. 360 ഡിഗ്രിയിൽ വട്ടത്തിലും തൂഫാന്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുക. ഭർത്താവെ, നമ്മളെ പോലീസ് പിടിക്കുന്നാണോ തോന്നുന്നത്? എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ മയക്കുമരുന്ന് കണ്ടെത്താനും അത് വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും അതിന്റെ ഉറവിടങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പടിയൊന്നുമില്ലേ? ഡ്രഗ്സ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഞാൻ വിശ്വസിച്ചു. ആ ലഹരി കൊടുത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഡ്രഗ്സ് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നതും തൊപ്പിയാണ്. ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നുള്ളതിന്റെ നികളിപ്പാ മോന്തടിച്ച് പൊടിക്കണവന്റെ. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണം. NDPS ആക്ട് പ്രകാരം ഷമീറിനെ അടക്കം അറസ്റ്റ് ചെയ്യണം. പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊപ്പിക്കെതിരെ അവര് വന്നതുകൊണ്ട് മാത്രം തൊപ്പി ഇതൊക്കെ തുറന്നു പറഞ്ഞു. നിങ്ങൾ വീണു, അല്ലെങ്കിൽ ഈ മണ്ടൻ നിങ്ങളെ വീഴിച്ചു, തെളിവ് സഹിതം പിടിയിലാവുകയും ചെയ്തു. ഞാൻ അബദ്ധമൊന്നും പറഞ്ഞില്ല. പോക്സോ കേസ് മറച്ചു വെച്ചതിന് തൊപ്പി അടക്കം പ്രതിയാകും. നാണം കെടും. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ എന്റെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കും. അതിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ട് എന്ന് പറയുന്നതും തൊപ്പിയാണ്. പിന്നെ എന്ത് നോക്കി നിൽക്കുകയാണ് കേരള പോലീസ്? സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ അതിന് കൂട്ടുനിന്ന MRZ ഗ്യാങ്ങിലെ എല്ലാത്തിനെയും പിടിച്ചകത്തിടണം. ബെസ്റ്റ് തീരുമാനമായി. നമുക്ക് ഇവിടുന്ന് പോയി, അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് സംഭവം നമ്മളെ കൈ നിൽക്കൂല. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. മസ്റ്റ് ആക്ഷൻ. കേരള പോലീസ് മസ്റ്റ് ആക്ഷൻ എടുക്കുക. പിടിച്ചു കൊണ്ടുപോയി അകത്തിടണം. എന്നാ ഒളിവി പോണേനൊക്കെ ഓടിയും കൂടി ചെല്ല്. പിന്നെ ഒളിവ് പോകേണ്ട വരില്ല, അവന്മാർ പിടിച്ച് അകത്തിട്ടോളൂ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.